നമസ്കാരം. ക്രൂഡ് ഓയിൽ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ ഇന്ന് ലോകരാജ്യങ്ങൾ പല കളികളും നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖല എല്ലാവരും ഉറ്റുനോക്കുന്ന ഒന്നുകൂടെയാണ്. ഇന്ത്യ ക്രൂഡ് ഓയിൽ മേഖലയിൽ കൈവരിച്ച നേട്ടവും പല രാജ്യങ്ങളും ഇന്ന് അസൂയോടെയാണ് നോക്കിക്കാണുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനുമായി അവരുടെ വൻതോതിലുള്ള എണ്ണ ശേഖരം വികസിപ്പിക്കുന്നതിനുള്ള ഒരു കരാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഭാവിയിൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് എണ്ണ വിൽക്കുമെന്നും ട്രംപ് സൂചന നൽകി. എന്നാൽ ഇത് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു നീക്കമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ട്രംപിന്റെ ഈ പ്രഖ്യാപനം ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവയും റഷ്യയിൽ നിന്ന് ആയുധങ്ങളും ക്രൂഡ് ഓയിലും വാങ്ങുന്നതിനുള്ള അധിക പിഴയും പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ്. ഈ പുതിയ താരിഫ് ഓഗസ്റ്റ് 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഇന്ത്യയുടെ വ്യാപാര കമ്മി, റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം എന്നിവയാണ് ഈ തീരുമാനങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണങ്ങളായി ട്രംപ് ചൂണ്ടിക്കാട്ടിയത്. ബ്രിക്സ് പോലെയുള്ള കൂട്ടായ്മകളിൽ ഇന്ത്യയുടെ സാന്നിധ്യം അമേരിക്കൻ ഡോളറിന് നേരെയുള്ള ആക്രമണമായി ട്രംപ് വിശേഷിപ്പിച്ചു. പാകിസ്ഥാന്റെ വലിയ എണ്ണ ശേഖരം വികസിപ്പിക്കുന്നതിനായി അമേരിക്കയും പാകിസ്ഥാനും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും ഈ പങ്കാളിത്തത്തിന് നേതൃത്വം നൽകേണ്ട എണ്ണ കമ്പനിയെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയിലാണെന്നുമാണ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. ആർക്കറിയാം, ഒരു ദിവസം അവർ ഇന്ത്യക്ക് എണ്ണ വിറ്റുന്നിരിക്കും എന്ന ട്രംപിന്റെ പ്രസ്താവന ഈ നീക്കത്തിന് കൂടുതൽ രാഷ്ട്രീയമാനം നൽകുന്നുണ്ട്. ട്രംപിന്റെ പ്രഖ്യാപനം പാകിസ്ഥാന്റെ എണ്ണ ശേഖരത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും ചൂട് പകർന്നിരിക്കുകയാണ്. നിലവിൽ പാകിസ്ഥാന്റെ എണ്ണ ഉൽപാദനം പ്രതിദിനം 88,000 ബാരൽ മാത്രമാണ്. ഇത് അവരുടെ ദേശീയ ഉപഭോഗത്തെക്കാൾ വളരെ കുറവാണ്. അതിനാൽ പാകിസ്ഥാൻ അവരുടെ എണ്ണയുടെ 85% ഇറക്കുമതി ചെയ്യുകയാണ്. എന്നാൽ ഭൂമിശാസ്ത്രപരമായ പഠനങ്ങളും സീസ്മിക് സർവേകളും പാകിസ്ഥാന്റെ തീരപ്രദേശങ്ങളിൽ വലിയ എണ്ണ ശേഖരത്തിന് സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും വാണിജ്യാടിസ്ഥാനത്തിൽ എണ്ണയുടെ സാന്നിധ്യം, വലുപ്പം, ഗുണനിലവാരം എന്നിവ സ്ഥിരീകരിക്കുന്നതിനുള്ള ഡ്രില്ലിങ്ങുകളൊന്നും ഇതുവരെ നടന്നിട്ടില്ല. ഈ സാധ്യതകൾ യാഥാർത്ഥ്യമാക്കാൻ വലിയ നിക്ഷേപവും 4 മുതൽ 5 വർഷത്തെ സമയവും ആവശ്യമുണ്ടെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ഈ നീക്കം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പല ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എണ്ണ വിൽക്കാൻ സാധ്യതയുണ്ടെന്ന ട്രംപിന്റെ പ്രസ്താവന ഊഹാപോഹങ്ങൾ മാത്രമാണെന്നും നിലവിൽ ഇന്ത്യ പശ്ചിമേഷ്യയിൽ നിന്നും റഷ്യയിൽ നിന്നും വൻതോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്നും വിദഗ്ധർ പറയുന്നു. പാകിസ്ഥാനിൽ നിന്നുള്ള യാതൊരു ഊർജ ഇടനാഴിയും ഇരു രാജ്യങ്ങളും തമ്മിൽ മെച്ചപ്പെട്ട നയതന്ത്ര ബന്ധവും സുസ്ഥിരമായ അതിർത്തി അടിസ്ഥാന സൗകര്യങ്ങളും വാണിജ്യപരമായ ഉൽപാദനവും ആവശ്യമാണ്. അതേസമയം ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ആവശ്യം ലോകത്തിലെ പ്രധാന സമ്പദ് വ്യവസ്ഥകളെക്കാൾ വേഗത്തിൽ വളരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഓപെക്കിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 2025-ലും 2026-ലും ചൈനയുടെ വളർച്ചാ നിരക്കിന്റെ ഇരട്ടിയിലധികം വേഗത്തിൽ ഇന്ത്യയുടെ എണ്ണ ആവശ്യം വർദ്ധിക്കും. 2024-ൽ പ്രതിദിനം 5.55 ദശലക്ഷം ബാരലായിരുന്ന ആവശ്യം 2025-ൽ 5.74 ദശലക്ഷം ബാരലായും 2026-ൽ 5.99 ദശലക്ഷം ബാരലായും ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയുടെ ശക്തമായ സാമ്പത്തിക വളർച്ച, ഉപഭോക്തൃ ചിലവുകൾ, നിക്ഷേപം, സർക്കാർ പിന്തുണ എന്നിവയാണ് ഈ എണ്ണ ആവശ്യകത വർധനവിന് പ്രധാന കാരണം. ഗതാഗത, ഇന്ധനങ്ങൾ, ഉൽപാദന, പെട്രോകെമിക്കൽ ആവശ്യങ്ങൾ എന്നിവയും എണ്ണ ഉപഭോഗം വർദ്ധിപ്പിക്കുന്നു. എന്തായാലും ട്രംപിന്റെ പാകിസ്ഥാനുമായുള്ള ഈ പുതിയ നീക്കം മേഖലയിലെ ഊർജ്ജ രാഷ്ട്രീയത്തിൽ പുതിയ അധ്യായം കുറിക്കുമോ എന്ന് കണ്ടറിയണം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.